ഈശോ മിശിഹായിക്ക് സ്തുതിയായിരിക്കട്ടെ. ലോകം ഫുട്ബോളിൻ്റെ ആവേശത്തിലാണ്. 2026 വേൾഡ് കപ്പ് ഫുട്ബോൾ നടന്നുകൊണ്ടിരിക്കുകയാണല്ലോ. ഈ ടൂർണമെൻറ്റിനായി വിവിധ രാജ്യത്തിലെ കളിക്കാർ ഫുട്ബോൾ ലോകകപ്പ് നടക്കുന്ന രാജ്യങ്ങളിലേക്ക് എത്തുന്നതിന് മുമ്പ് തന്നെ ധാരാളം മുന്നൊരുക്കങ്ങൾ നടത്തിയിട്ടുണ്ട്. മോഡേൺ ടെക്നോളജികളൊക്കെ ഉപയോഗിച്ച് എങ്ങനെ ഓരോ കളിക്കാരനും കളിക്കണമെന്നും കളിക്കളത്തിൽ എങ്ങനെ പെരുമാറണമെന്നുമൊക്കെ മുൻകൂട്ടി കോച്ചുമാർ നിർദ്ദേശിക്കാറുണ്ട്. അങ്ങനെ കോച്ചിൻ്റെ നിർദ്ദേശമനുസരിച്ച് കളത്തിലിറങ്ങി ആ കളിയിൽ ആവശ്യമായ നല്ല മൂവ്മെൻറ്റുകൾ നടത്തി ഗോളുകൾ അടിക്കുന്നവരാണ് വിജയത്തിലേക്ക് എത്തുന്നത്. അങ്ങനെ ഓരോ റൗണ്ടിലും ജയിച്ച് മുന്നേറി പോകുന്നവർക്കാണ് അവസാനം കളിയും ജയിച്ച് വേൾഡ് കപ്പ് സ്വീകരിക്കുവാനായിട്ട് സാധിക്കുന്നത്. ഒരു കളിക്കാരനും ഒറ്റയ്ക്ക് കളിക്കുവാനോ വിജയിക്കുവാനോ സാധിക്കുകയില്ല. കൂട്ടായ്മയുടെയും തുടർച്ചയായിട്ടുള്ള പരിശീലനത്തിൻ്റെയും നല്ല കോച്ചിങ്ങിൻ്റെയും ഒക്കെ ഭാഗമായിട്ടാണ് ഓരോ കളിക്കാരും കളിക്കുന്നതും വിജയത്തിലേക്ക് എത്തുന്നതും. പ്രിയപ്പെട്ടവരെ, ഞാനിത് പറഞ്ഞത് ഈശോ മിശിഹാ തൻ്റെ ശിഷ്യന്മാർക്ക് സുവിശേഷവൽക്കരണത്തിൻ്റെ പാഠങ്ങൾ നൽകുകയാണ്. ഈശോ തൻ്റെ ദൗത്യം ശിഷ്യന്മാർക്ക് പറഞ്ഞു കൊടുക്കുമ്പോൾ ഒരു കോച്ച് തങ്ങളുടെ കളിക്കാർക്ക് എങ്ങനെ കളിയിൽ നന്നായി കളിക്കണമെന്ന് പറഞ്ഞു കൊടുക്കുന്ന പോലെ തന്നെ ഒരു സുവിശേഷ പ്രഘോഷകൻ എങ്ങനെ ആയിരിക്കണമെന്നും എങ്ങനെയായിരിക്കണം അവൻ്റെ സുവിശേഷ പ്രഘോഷണമെന്നും ഏതൊക്കെ തലങ്ങളിലൂടെ അവൻ കടന്നു പോകേണ്ടി വരുമെന്നും കൃത്യമായി പറഞ്ഞു കൊടുക്കുകയാണ്. വിശുദ്ധ മത്തായി സുവിശേഷം 10-ാം അധ്യായത്തിലാണ് നമ്മളിത് കാണുന്നത്. ഈശോ പറയുന്ന വാക്കുകൾ കേൾക്കുമ്പോൾ ആദ്യം നമുക്കൊരല്പം ഭയപ്പാടുണ്ടാകും. പക്ഷേ ഈ സ്ലീഹാകാലത്തിൽ സ്ലീഹന്മാരുടെ പ്രവർത്തനങ്ങളെപ്പറ്റി നമ്മൾ ധ്യാനിക്കുമ്പോൾ ഈശോയുടെ വാക്കുകൾ കേട്ട് അതനുസരിച്ച് പ്രവർത്തിച്ചപ്പോൾ അവരുടെ ജീവിതത്തിൽ വന്ന മാറ്റങ്ങൾ, അവരുടെ പ്രവർത്തനങ്ങളിലൂടെ അനേകമായിരങ്ങൾ സുവിശേഷത്തിൽ വിശ്വസിച്ച് ക്രിസ്തുവിൽ വിശ്വസിച്ച് മാനസാന്തരപ്പെട്ട് സ്വർഗരാജ്യത്തിന് അവകാശികളായി തീർന്ന് നമുക്ക് കാണുവാൻ സാധിക്കും. പ്രിയപ്പെട്ടവരെ, ഈ ഞായറാഴ്ചത്തെ സുവിശേഷവും ലേഖനവും പഴയ നിയമവും ഒക്കെ വായിച്ച് ധ്യാനിച്ച് ഈശോയുടെ വാക്ക് ഉൾക്കൊണ്ട് ജീവിക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ ശിഷ്യന്മാരുടെ വഴിയിലൂടെ നടന്ന് ഇന്നത്തെ കാലഘട്ടത്തിൽ ഈശോയ്ക്ക് വേണ്ടി സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിൽ ജീവിതത്തിൻ്റെ വിവിധ ഘട്ടങ്ങളിലായിരിക്കുന്ന നമുക്ക് സാധിക്കട്ടെ. ഈശോയുടെ ശിഷ്യന്മാരുടെ കൃത്യമായും ചിട്ടയായുള്ള പ്രവർത്തനങ്ങളിലൂടെ അനേകം ആളുകളിലേക്ക് സുവിശേഷം എത്തിയതുപോലെ ഈശോയുടെ വാക്കുകളനുസരിച്ച് ജീവിച്ചുകൊണ്ട് നമ്മളിലൂടെ അനേകം ആളുകൾക്ക് ഈശോയെ കൊടുക്കുവാൻ നമുക്ക് സാധിക്കട്ടെ. ഈശോ പറയുന്നത് ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് ചെമ്മരിയാടുകൾ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നുവെന്നാണ്. അതായത് നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾ പ്രത്യേകിച്ച് ഈശോയ്ക്ക് വേണ്ടി പ്രവർത്തിക്കുമ്പോൾ അത്ര ഈസി ആയിരിക്കുകയല്ല. ചിലപ്പോൾ നമ്മുടെ ജീവൻ തന്നെ നഷ്ടപ്പെട്ടേക്കാം. പക്ഷേ ഭയപ്പെടാണ്ട് അവിടെ എല്ലാം ഇടയിൽ നമ്മൾ പ്രവർത്തിക്കുമ്പോൾ നമ്മുടെ പ്രവൃത്തികൾക്ക് താങ്ങായി തണലായി ഈശോ എന്നും കൂടെയുണ്ട് എന്നുകൂടി ഈശോ നമ്മളെ പഠിപ്പിക്കുകയാണ്. ഇനി ഓരോ ക്രിസ്തു ശിഷ്യനും എങ്ങനെയായിരിക്കണം തങ്ങളുടെ ജീവിതത്തെ ക്രമീകരിക്കേണ്ടത്, തങ്ങളുടെ പ്രവർത്തനത്തെ മുമ്പോട്ട് കൊണ്ടുവന്ന് ഈശോ കൃത്യമായി പഠിപ്പിക്കുകയാണ്. ഈശോ പറയുകയാണ്, നിങ്ങൾ സർപ്പങ്ങളെപ്പോലെ വിവേകികളും പ്രാഗുകളെ പോലെ നിഷ്കളങ്കരുമായിരിക്കുമെന്ന്. സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് ക്രിസ്തീയ ജീവിതം മുമ്പോട്ട് നയിക്കുവാനായിട്ട് ആഗ്രഹിക്കുന്നവർ എപ്പോഴും വിവേകമുള്ളവരും അതോടൊപ്പം തന്നെ നിഷ്കളങ്കരമായിരിക്കണം. അനാവശ്യമായിട്ട് അപകടങ്ങളിലേക്ക് എടുത്തു ചാടാതെ എന്നാൽ സ്നേഹത്തോടും വിവേകത്തോടും സന്തോഷത്തോടും കൂടി എപ്പോഴും പ്രവർത്തിക്കുവാൻ നമുക്ക് സാധിക്കണം.
ഒപ്പം നിഷ്കളങ്കമായ ജീവിതം നയിക്കുവാനായിട്ട് നമുക്ക് സാധിക്കണം. തീർച്ചയായിട്ടും സുവിശേഷം പ്രഘോഷിക്കുന്നവർക്ക് പലതരത്തിലുള്ള പ്രതിസന്ധികളിലൂടെ കടന്നു പോകും. ചിലപ്പോൾ നിങ്ങൾക്ക് പീഡനമേൽക്കേണ്ടി വരും. എന്നെ പ്രതി നിങ്ങളെ അവർ പൊതുസമൂഹത്തിന് മുമ്പിലേക്ക്, ന്യായാധിപ സംഘത്തിന് മുമ്പിലേക്ക് കൊണ്ടുചെന്ന് നിർത്തുമെന്ന് ഈശോ പറയുകയാണ്. അപ്പോൾ നിങ്ങൾ ഭയപ്പെടേണ്ട, പേടിക്കേണ്ട, എന്ത് പറയണമെന്നോർത്ത് നിങ്ങൾ ആകുലപ്പെടേണ്ട. നിങ്ങൾക്ക് വേണ്ടി പിതാവിൻ്റെ ആത്മാവ് സംസാരിക്കുമെന്നാണ് പറയുന്നത്. പഴയ നിയമത്തിൽ വായന, പുറപ്പാടിൻ്റെ പുസ്തകത്തിലുള്ള വായനയിൽ മോശയോട് ദൈവം പറയുകയാണ്, നിനക്ക് വേണ്ടി അഹ്റോൻ സംസാരിക്കും. ഫറവോയുടെ ഹൃദയം കഠിനമാകും, പലവിധ പീഡകൾ അവർ നിങ്ങളെ ഏൽപ്പിക്കും. പക്ഷേ അവർക്ക് ശിക്ഷാവിധി നൽകിക്കൊണ്ട് ഇസ്രായേൽ ജനത്തെ ആരാധിക്കുവാനായിട്ട് ഞാൻ ആ ദൈവത്തിൻ്റെ ജനത്തെ പുറത്തു കൊണ്ടുവരുമെന്ന് ദൈവൻ വാക്ക് കൊടുക്കുകയാണ്. മോശയുടെ പ്രവർത്തനങ്ങൾക്ക് സഹായമേകുവാനായിട്ട് അഹ്റോൻ ഉള്ളതുപോലെ നമ്മുടെ ഓരോരുത്തരുടെയും പ്രവർത്തനങ്ങൾക്ക് ശക്തി പകരുവാനായിട്ട് ദൈവം എപ്പോഴും നമ്മുടെ കൂടെ ഉണ്ടായിരിക്കുമെന്നൊരു ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. പൗലോസ് ശ്ലീഹ കൊരിന്ത്യക്കാർക്ക് എഴുതിയ ലേഖനത്തിൽ പറയുകയാണ്, ഈ നിധി ഞങ്ങൾക്ക് കിട്ടിയിരിക്കുന്നത് മൺപാത്രത്തിലാണ്. അത് ഉടഞ്ഞു പോകാതെ എപ്പോഴും കാത്തു സൂക്ഷിക്കേണ്ടത് ഞങ്ങളുടെ ഉത്തരവാദിത്തമാണ്. ക്രിസ്തുവിനെ പ്രതി ഞങ്ങൾ പലപ്പോഴും പീഡകൾ ഏൽക്കേണ്ടി വരുന്നുണ്ട്, ഞെരുക്കങ്ങൾ അനുഭവിക്കേണ്ടി വന്നിട്ടുണ്ട്. ഞങ്ങൾക്ക് പലവിധ വിഷമങ്ങളുണ്ടായിട്ടുണ്ട്. പക്ഷേ അവിടെ ഒന്നും ഞങ്ങൾ തകർന്നു പോകുന്നില്ല. ക്രിസ്തുവിൻ്റെ മരണം ഞങ്ങളെപ്പോഴും കൂടെ കൂട്ടുന്നു എന്ന്. പ്രിയപ്പെട്ടവരെ, ഞെരുക്കങ്ങളിലും പീഡനങ്ങളിലും വേദനകളിലും ഒന്നും തളർന്നു പോകാതെ ഈശോയുടെ ശിഷ്യന്മാർ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്കും സുവിശേഷം പ്രഘോഷിക്കുവാനായിട്ട് പോയതുകൊണ്ട് മാത്രമാണ് ഇന്ന് ലോകത്തിലെ ഏറ്റവും വലിയ ഒരു മതമായിട്ട് ക്രൈസ്തവ മതം വളർന്നതും അനേകം ആളുകൾ ക്രിസ്തുവിനെ അറിഞ്ഞ് ക്രിസ്തുവിന് വേണ്ടി ജീവിച്ച് മരിച്ച് സ്വർഗത്തിലേക്ക് എത്തിയത്. ക്രിസ്തീയ നന്മകൾ ലോകത്തിൻ്റെ നാനാഭാഗങ്ങളിലേക്ക് പുറപ്പെട്ടതിൻ്റെ ഭാഗമായിട്ടാണ് ലോകത്തിലെ ധാരാളം നന്മകൾ വളർന്നു വന്നുകൊണ്ടിരിക്കുന്നത്, തിന്മയെ ചെറുക്കുവാനായിട്ട് സാധിക്കുന്നത്. നമ്മളായിരിക്കുന്ന മേഖലകളിൽ ക്രിസ്തുവിൻ്റെ നന്മയും സന്തോഷവും സ്നേഹവും ഒക്കെ പ്രചരിപ്പിക്കുന്ന ഈശോയുടെ യഥാർത്ഥ ശിഷ്യന്മാരെ മാറുവാനായിട്ട് നമുക്ക് പരിശ്രമിക്കാം. ഈശോയുടെ ശിഷ്യന്മാർക്കുണ്ടായിരിക്കേണ്ട വിവേകവും അതോടൊപ്പം തന്നെ ഹൃദയത്തിൻ്റെ ഒരു നിഷ്കളങ്കതയും ഒക്കെ നമുക്കുണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടെ സന്തോഷത്തോടെ പ്രവർത്തിക്കുന്നവരാകാം. നമ്മുടെ ഞെരുക്കങ്ങളിൽ, പീഡനങ്ങളിൽ, സഹനങ്ങളിൽ കരുത്തായി തമ്പുരാൻ നമ്മുടെ കൂടെ ഉണ്ട് എന്നുള്ള ബോധ്യം നമുക്കുണ്ടായിരിക്കട്ടെ. ഈശോ ശിഷ്യന്മാർക്ക് നൽകിയ അതേ ചൈതന്യം പരിശുദ്ധാത്മാവിന് നമുക്ക് നൽകിയിട്ടുണ്ട്. പരിശുദ്ധാത്മാവിൻ്റെ പ്രേരണയാൽ, ശക്തിയിൽ ജീവിച്ച് ഈശോയുടെ നല്ല ശിഷ്യരായി തീരുവാനായിട്ട് ഞങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കണമെന്ന് നമുക്ക് പ്രാർത്ഥിക്കാം. നമ്മുടെ കർത്താവായ യേശുമിശിഹായുടെ കൃപയും പിതാവായ ദൈവത്തിൻ്റെ സ്നേഹവും പരിശുദ്ധാത്മാവിൻ്റെ സഹവാസവും നമ്മെല്ലാവരുടെയും കൂടെ ഉണ്ടായിരിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ.